അപ്പം നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് വെണ്ടക്ക മെഴുക്ക് പുരട്ടിയാണ്. അതിലേക്ക് നമ്മൾ കുറച്ച് വെണ്ടക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 2 സവാള നേരിയതായിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് വേപ്പിലെടുത്തിട്ടുണ്ട്. 2-3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 5-6 പച്ചമുളക് നേരിയതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് റെഡിയാക്കാം. അപ്പോൾ നമ്മളുടെ ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് ലേശം മതി കേട്ടോ, അധികം വേണ്ട. കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കണം. അതിനകത്തേക്ക് ഈ പച്ചമുളകും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള ഇട്ടതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഈ വെണ്ടയ്ക്കയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ വെണ്ടക്കട കൊഴുപ്പ് വളരെ കുറയും. അല്ലെങ്കിൽ വല്ലാണ്ട് വാടി വരുമ്പോഴും കുറേ വഴുവഴുപ്പ് വരും. അത് കുറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ സവാളയുടെ ഒപ്പം തന്നെ വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇളക്കി യോജിപ്പിക്കാം. നമുക്കതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. സാവധാനം തുറന്നിട്ട് നേരിയ തീയിൽ അങ്ങനെ ഇളക്കി അത് റെഡിയാവണം. നമ്മൾ തീ കൂട്ടിയിടുകയും ചെയ്യരുത്, നമ്മൾ അടച്ച് വയ്ക്കുകയും ചെയ്യരുത്. അപ്പോൾ നമ്മളുടെ വെണ്ടക്ക ഒരു 3/4 ഭാഗം വാടി വന്നിട്ടുണ്ട്. അപ്പം നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് മുളക് പൊടിയും കൊടുക്കും. മുളക് പൊടി വളരെ കുറച്ച് മതി, കാരണം നമ്മൾ പച്ചമുളക് കൂടുതൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഈ പൊടിയിൽ കിടന്ന് അങ്ങനെ വാടട്ടെ. ചിലവർ പറയും അതിൻ്റെ ഇത് നൂല് പോലത്തെ പോകാനായിട്ട് വിനാഗിരി അല്ലെങ്കിൽ ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുത്ത് അങ്ങനെ ആവില്ല എന്ന് പറയും. പക്ഷെ നമ്മൾ സവാള ഇട്ട് ഇതായിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഇതില്ലാതെ വഴുവഴുപ്പില്ലാതെ നമുക്ക് കിട്ടും. അപ്പം നമ്മളുടെ വെണ്ടക്ക മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ പറയാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.